നമ്മളിവിടെ കാണുന്നത് മാലദ്വീപിലെ ഒരു ഐലൻഡിൽ നിന്നുള്ള സപ്ലൈ ധോണിയാണ്. ഈ സപ്ലൈ ധോണിയാണ് മാലെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്നും സാധനങ്ങൾ, അത് എന്തു തന്നെ ആയാലും, പച്ചക്കറികളായാലും, അതേപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് ആയാലും, അതേപോലെ ഹാർഡ്വെയർ മെറ്റീരിയൽസ് ആയാലും, സിമെൻറ്റ്, മണൽ, ജെല്ലി, കല്ല്, അതേപോലെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആയാലും ഏത് തരം സാധനങ്ങളും ഈ തരത്തിലുള്ള ബോട്ടിലാണ്, സപ്ലൈ ധോണിയിലാണ് ഐലൻഡിൽ എത്തിക്കുന്നത്. അതേപോലെ തന്നെ ഐലൻഡിൽ നിന്നുമുള്ള പച്ചക്കറികൾ, അതായത് ഇളനീര്, പാഷൻ ഫ്രൂട്ട്, തേങ്ങ, ഇതൊക്കെ മാലിയിലേക്കും അയക്കുന്നത് ഈ സപ്ലൈ ധോണി, ഈ ബോട്ട് മൂലമാണ്. കാലാവസ്ഥ മോശമായി ബോട്ട് വൈകിയാൽ ദ്വീപിൽ സാധനങ്ങൾ കിട്ടാൻ വളരെ വൈകും, ബുദ്ധിമുട്ടാകും. ഇവിടെ നമ്മൾ കാണുന്ന ബോട്ടിൻ്റെ ഉൾവശമാണ് ഇത്. ഈ കാണുന്ന സ്ഥലം യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ സേഫ്റ്റിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്താണ് ഓരോ ബോട്ടും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലൈഫ് ജാക്കറ്റ്സ്, ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാകും. ഇവിടെ താഴെ കാണുന്ന ഭാഗം മെറ്റീരിയൽസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ എൻജിനോട് ചേർന്ന ഭാഗത്താണ് കിച്ചൺ സജ്ജീകരിച്ചിരിക്കുന്നത്. കുക്കിംഗ് സാധനങ്ങളും ആ ഭാഗത്ത് തന്നെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ 2 ബംഗ്ലാദേശ് ജീവനക്കാരും അതേപോലെ തന്നെ 3 നേപ്പാളീസ് ജീവനക്കാരുമാണ് ഈ ബോട്ടിൽ ജോലി ചെയ്യുന്നത്. പാചകമെല്ലാം അവർ സ്വന്തമായിട്ട് തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് സിമെൻ്റാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ഐലൻഡിൽ വേണ്ട സാധനങ്ങൾ, സിമെൻ്റ് ആയാലും ജെല്ലി ആയാലും കല്ല്, മണൽ, മണ്ണ് എല്ലാം, ഈ വളങ്ങൾ, അതുപോലെ തന്നെ വളങ്ങൾ എല്ലാം ഇങ്ങനെയാണ് ഇവ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകൾ ഭാഗം പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അവർക്ക് വിശ്രമിക്കാനും ഉറങ്ങാനെല്ലാം ഉള്ളത്. ഇവിടെ ലൈഫ് ജാക്കറ്റ്സ്, അതേപോലെ തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എല്ലാ സാധനങ്ങളുമുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളോടെയാണ് ഇവർ യാത്ര ചെയ്യുന്നതും യാത്ര തുടരുന്നതും. ബോട്ടിലെ മെയിൻ സെക്ഷനാണിത്, എൻജിനാണ്, ബോട്ട് എൻജിനാണിത്. ഡീസൽ എൻജിൻ, ഡീസലാണ് പ്രധാനമായും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ബോട്ടിൻ്റെ അപ്പർ ഡെക്കിലേക്ക് കയറുകയാണ് നമ്മൾ. സ്റ്റെയർ കേസ് ഉണ്ട്. അവിടെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറാണ്. ഇവിടെ വളരെ വിശാലമായ സ്ഥലമാണുള്ളത്. എത്ര പാസഞ്ചേഴ്സ് വേണമെങ്കിലും ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ബോട്ടിൻ്റെ കപ്പാസിറ്റി പറയുന്നത് 195 പാസഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്. ഇവിടെ വളരെ വിശാലമായ സ്ഥലമാണുള്ളത്. വളരെ സൗകര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം ഉണ്ട്. ലൈഫ് ജാക്കറ്റ്സ്, അതേപോലെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ എല്ലാ സൗകര്യമുണ്ട്. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റീസ് എല്ലാം തന്നെയുണ്ട്. ഇവിടെയാണ് പ്രയർ റൂമുള്ളത്, നിസ്കരിക്കാനുള്ള റൂമുള്ളത് ഈ ഭാഗത്താണുള്ളത്. പിന്നെ ഈ ഭാഗം ശീതീകരിച്ച രീതിയിലാണുള്ളത്, അതായത് AC ഉപയോഗിച്ചിട്ടുണ്ട്. അതിനാൽ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ യാത്രക്കാർക്ക് മാലെ വരെ എത്താൻ ഉള്ള സൗകര്യമുണ്ട്. ഈ ബോട്ട്, ഈ സപ്ലൈ ധോണിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 മുതൽ 12 മണിക്കൂർ കൊണ്ട് മാലെ ക്യാപിറ്റൽ സിറ്റി നമുക്ക് എത്താൻ പറ്റും. അവിടെയാണ് ഏതൊരു ആവശ്യത്തിനും ഇവിടെയുള്ളവർ പോകുന്നത്. ഹോസ്പിറ്റലായാലും അതേപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഐറ്റംസ് വാങ്ങിക്കുന്നതിനും അതേപോലെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കും മിനിസ്ട്രിയിലേക്കും പോകുന്നത് മാലെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. ഇവിടെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ പുറത്ത് പോകുന്നത് ക്യാപ്റ്റൻ്റെ റൂമിലേക്കാണ്. ഇതാണ് ക്യാപ്റ്റൻ്റെ റൂം. മെയിൻ എല്ലാവിധ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻസും ഉണ്ട്. GPS, ഫോൺ സൗകര്യം എല്ലാം ഇവിടെയാണുള്ളത്. ഇത് ക്യാപ്റ്റൻ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. എത്ര മനോഹരമായിരിക്കുന്നു, അതിമനോഹരമായ വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഐലൻഡിലെ, ദ്വീപിലെ ബോട്ട് ജെട്ടി, ഹാർബറാണിത്. ഇവിടെ വളരെയധികം ബോട്ടുകൾ, സ്പീഡ് ലോഞ്ചേഴ്സ്, അതേപോലെ നോർമൽ ബോട്ടുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നു. ഇത് ഐലൻഡിലെ ഉൾഭാഗമാണ് കാണിക്കുന്നത്. ഇത് ബോട്ടിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നുള്ള
വ്യൂ ആണ്, ഐലൻഡ് വ്യൂ ആണ് കാണുന്നത്. വളരെ മനോഹരമായി എത്ര ഭംഗിയായിട്ടാണ് പ്രകൃതി കാണിച്ചിരിക്കുന്നത്. ഇത് മുകൾ ഭാഗം. ഇവിടെ നിന്നും നമുക്ക് ക്യാപ്റ്റൻ്റെ റൂമിലേക്ക് നോക്കാം. ഇത് ബോട്ടിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ക്യാപ്റ്റൻ്റെ റൂം. അതേപോലെ തന്നെ എത്രയും ബോട്ടിലെ ഡെക്കിൽ നിന്നുള്ള കാഴ്ചയാണ്. ബോട്ടിൻ്റെ ഡെക്കിലെ അപ്പർ സ്റ്റെയർസാണിത്, അപ്പർ ഡെക്കാണിത്. അതുവഴി ഇങ്ങനെ നമുക്ക് നടന്ന് മുന്നോട്ട് പോകാൻ കഴിയും. സൈഡിലൂടെ കെയർഫുള്ളായിട്ട് നടക്കണം. അതേപോലെ തന്നെ മുകളിൽ നിന്ന് ഡെക്കിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ്. തെങ്ങുകളും അതേപോലെ തന്നെ ആകാശം, നീല നിറത്തോടു കൂടിയ വെള്ളം വളരെ മനോഹരമാണ്. ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നതും കാണാം. അതേപോലെ തന്നെ ഐലൻഡ് വ്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബോട്ടിൽ നിന്നുള്ള ഐലൻഡ് വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ക്യാപ്റ്റൻ്റെ റൂം. ഇവിടെ നിന്ന് നമ്മൾ നേരെ ബോട്ടിലേക്ക് തിരിച്ചിറങ്ങാണ്. ഇവിടെ ഇത് കാണുന്നത് ഇൻഡിവിജ്വൽ റൂംസാണ്. 1, 2, 3, 4 റൂമുകളാണ് ഇൻഡിവിജ്വൽ റൂംസ്. യാത്രക്കാർക്ക് വേണമെങ്കിൽ ഈ റൂം ബുക്ക് ചെയ്ത് മാലിയിലേക്ക് യാത്ര ചെയ്യാം. 4 റൂമുകളാണ് ഇൻഡിവിജ്വലായിട്ടുള്ളത്. ഇതാണ് ഒരു റൂമിൽ, എല്ലാ റൂമിലും ഇത് തന്നെയാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ 4 ബെഡ് സ്പേസാണുള്ളത്. താഴെ 2, മുകളിൽ 2 വീതം. നമ്മൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ റൂം സെലക്ട് ചെയ്ത് മാലിയിലേക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഇത് പ്രാർത്ഥനാ മുറിയാണ്. യാത്ര ചെയ്യുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ള സാഹചര്യം, നിസ്കരിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നു.